നമസ്കാരം, എല്ലാവർക്കും പുതിയ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം ഇന്ന് നമ്മുടെ 5ാമത്തെ എപ്പിസോഡാണ്. മാത്രമല്ല നാട്ടിലൊക്കെ ഓണം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ശബ്ദകോലാഹലങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മാക്സിമം പൊറുക്കണം. പിന്നെ മാത്രമല്ല നബിദിനവുമായി ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഒരുപാട് ആഘോഷ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. എന്തായാലും നമുക്ക് പുതിയ എപ്പിസോഡിലേക്ക്. അലിവായ് നബിയേ കനിവായ് നബിയേ കൽബിനുള്ളിൽ കുളിരായ് നബിയേ അലിവായ് നബിയേ കനിവായ് നബിയേ കൽബിനുള്ളിൽ കുളിരായ് നബിയേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വളരെ രസകരമായിട്ട് കോമഡി പറയുന്ന ഒരാളാണ് നമ്മുടെ രമേഷ് പിഷാരടിച്ചേട്ടൻ. രമേഷ് പിഷാരടിച്ചേട്ടൻ്റെ പല ഡയലോഗുകളും അതുപോലെ തന്നെ പല ജഡ്ജ്മെൻറ്റിൽ അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ടുണ്ട്. വളരെ പ്രാസം ഒപ്പിച്ചിട്ടാണ് അദ്ദേഹം ഡയലോഗുകൾ പറയുന്നത്. അതിങ്ങനെയാണ്: എല്ലാവർക്കും ഓണത്തിൻ്റെ ഒരു പുതുമയാർന്ന എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കറിയാം വന്നോണം നിന്നോണം പൊക്കോണം എന്നാണ് ഓണത്തെക്കുറിച്ച് പഴമക്കാർ പറയുന്നത്. എന്നാൽ ഇന്ന് എല്ലാവരും വന്നോണം നിന്നോണത്തിന് നമ്മളെല്ലാവരും ഓടുന്നത് സിനിമാ തിയേറ്ററിലേക്കാണ്. ഈ സിനിമാ തിയേറ്ററിൽ പോയി 120 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്ത് എല്ലാവരും പോയി കാണണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മലയാള സിനിമയിലെ പല ആളുകളും ഇപ്പോൾ കഞ്ഞി കുടിക്കാൻ വകയില്ലാത്ത അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നിരുന്നാലും ഇതൊരു കോമഡിയായി മാത്രം കാണണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും പൊന്നോണ ആശംസകൾ നേരുന്നു. മലയാള സിനിമയിൽ, അതായത് പഴയകാല മലയാള സിനിമയിൽ ഒരുപാട് ചിരി സമ്മാനിപ്പിച്ച മറ്റൊരു കഥാപാത്രമായിരുന്നു നമ്മുടെ കുതിരവട്ടം പപ്പുച്ചേട്ടൻ. കുതിരവട്ടം പപ്പുച്ചേട്ടൻ്റെ ഡയലോഗ് വളരെ രസകരമായിട്ട് പല മിമിക്രിക്കാരും ചെയ്യാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഡയലോഗ് എന്ന് പറയുന്നത് നമ്മുടെ മണിച്ചിത്രതാഴ് എന്ന് പറയുന്ന സിനിമയിൽ അദ്ദേഹം പറയുന്നൊരു ഡയലോഗുണ്ട്. അല്ല ദാസപ്പോ, എന്നെ ശരിക്കൊന്ന് നോക്കി, എനിക്ക് വല്ല കുഴപ്പമുണ്ടോ? എൻ്റെ പെരുമാറ്റത്തിൽ എന്തെങ്കിലും പന്തികേടുണ്ടോന്ന് എന്നെ ശരിക്കൊന്ന് നോക്കിയേ. മലയാളത്തിലെ എല്ലാവർക്കും രസകരമായിട്ട് കോമഡി പറഞ്ഞ് എന്നാൽ സീരിയസ് ആയിട്ട് അച്ഛൻ കഥാപാത്രങ്ങളൊക്കെ ചെയ്യുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ലാലു അലക്സ്. ലാലു അലക്സിൻ്റെ ശബ്ദം എടുക്കുന്ന സമയത്ത് നമ്മളിത് ഒന്ന് ഇങ്ങനെ നിൽക്കണം. എന്നിട്ട് ഹലോ മിസ്റ്റർ ചന്ദ്രദാസ്, വളരെ പേഴ്സണലായിട്ട് പറയുക, ഒരു തെറ്റും ചെയ്യാത്ത എൻ്റെ മോനെ എന്നെങ്കിലും കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്നത്. എൻ്റെ മോനെന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ വെറുതെ ഇരിക്കുമെന്ന് കരുതണ്ട. റാസ്കൽ, എല്ലാത്തിനും ഞാനൊരു സമയം തന്നിട്ടുണ്ട്. ആ സമയവും നിങ്ങൾ തെറ്റിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളത് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് കരുതിയിരിക്കും. ഈ എപ്പിസോഡൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ സപ്പോർട്ട് വേണം, എങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്കിതൊക്കെ തന്നെ ചെയ്യാനൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവുക. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾക്കറിയാമല്ലോ ഒരുപാട് ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് നോയ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നിങ്ങൾ ക്ഷമിക്കണം എന്ന് മാത്രം പറയുന്നു. അപ്പോൾ എന്തായാലും അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടുമെന്ന പ്രതീക്ഷയോടെ നമുക്ക് വിട പറയാം. എല്ലാവർക്കും ഒരുപാട് നന്ദി. സപ്പോർട്ട് ചെയ്യുക, പ്രാർത്ഥിക്കുക.